വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവനുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണെങ്കിൽ വിഷ്ണു ശാലിനിയും കൂട്ടിക്കൊണ്ട് നേരെ കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മയുടെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട്, ശാരദാമ്മ ഉണ്ടാക്കുന്ന ആ ഒരു അവിൽ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനിയും പിന്നെ ശാരദാമ്മയും ശാരിയും ഒക്കെ ഹോട്ടലിനകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ശാരിയാണെങ്കിൽ ഇങ്ങനെ തേങ്ങയൊക്കെ തിരികെയാണ് അത് ഉണ്ടാക്കാനായിട്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, വിഷ്ണു നേരത്തെ ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്തുണ്ടാക്കിയാലും അവന് അത് ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും പെട്ടെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അവിടെ ഇങ്ങനെ ബെഞ്ചിൻ്റെ അകത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതിപ്പോഴല്ല മുമ്പും അങ്ങനെ തന്നെയാണ്, ഈ കാര്യം മാത്രമല്ല ഏത് കാര്യത്തിനും അങ്ങോട്ട് ആലോചിക്കാതെ അങ്ങോട്ട് ചാടിക്കൂട്ടി പുറപ്പെടും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ഈ അവിലൊക്കെ ഉണ്ടാക്കി വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്. വിഷ്ണു അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിഷ്ണു പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ശാരദാമ്മ ഉണ്ടാക്കിയ അവിലാണെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നി, ഇന്നിപ്പോൾ കഴിച്ചില്ലെങ്കിൽ നാളെ അതിപ്പോൾ പറ്റിയില്ലെങ്കിലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. അന്നേരം അത് ശാരദാമ്മയെ ശാലിനി ശ്രദ്ധിക്കുകയാണ്. അന്നേരം അങ്ങനെ പറയരുതെന്നിങ്ങനെ ശാലിനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് വിഷമം വരികയാണ്. അന്നേരം വിഷ്ണു അത് ബാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം ഓരോരോ തോന്നലാണ് ശാരദാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിവെച്ച് ശാരദാമ്മയെ നിൽക്കുകയാണ്. ഈ ഒരു 2 സീൻ മാത്രമേ ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വിഷ്ണുവിനെ താൻ എന്തോ മരിക്കും, അപ്പോൾ അവസാന ആഗ്രഹം എന്ന പോലെ എന്തൊക്കെയോ തോന്നുന്നു, അതൊക്കെ ഇങ്ങനെ വിഷ്ണു ഓരോന്ന് ചെയ്ത് കാട്ടിക്കൂട്ടുകയാണ്. ഈ 15-ാം തീയതി വിഷ്ണു ചികിത്സയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ അതിനുശേഷം ഓപ്പറേഷൻ സക്സസ് ആവും, താൻ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമൊന്നും വിഷ്ണുവിനില്ല. അതുകൊണ്ട് എല്ലാവരെയൊക്കെ കണ്ട് ആഗ്രഹങ്ങളൊക്കെ തീർത്തെന്ന പോലെയൊക്കെയാണ് വിഷ്ണു ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അതൊക്കെ ഇനി രേഷ്മയോടൊപ്പം പോകുന്നത് ഇനി എന്തിനാണ് എന്നുള്ളതൊക്കെ അത് ഈ ഒരു ലക്ഷ്യം അറിയാതെ ബാക്കിയുള്ളവർ ആ ഒരു വാർത്ത അറിയുമ്പോൾ അതെങ്ങനെ എല്ലാവരിലും എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.